വരാം. ശ്രീ ഹമീദ് ചേന്നമംഗലൂർ, അങ്ങയുടെ ചേന്നമംഗലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടി വളരെ സ്വാധീനമുള്ളൊരു ഒരു മേഖലയാണ്. മുക്കത്തായാലും ചേന്നമംഗലത്തായാലും ഒക്കെ അവിടെ അടക്കം പിന്തുണ വേണ്ട എന്നൊരു നിലപാട് എടുക്കേണ്ടി വന്നത് ഒരു പക്ഷേ കോൺഗ്രസിന് വലിയൊരു സമ്മർദ്ദത്തിന് പുറത്താണ്. ലീഗ് ഒരു വശത്തുണ്ട്, അപ്പുറത്ത് നേരത്തെ ഇ.കെ. വിഭാഗത്തിൻ്റെ മുഷാവറ തന്നെ ഒരു നിലപാടെടുത്ത സാഹചര്യത്തിൽ ലീഗിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. മറുവശത്ത് മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണ നഷ്ടപ്പെടുമെന്ന ആശങ്കയുണ്ട്. നിലമ്പൂരിൽ എന്തായാലും അങ്ങനെ ഒരു പുതിയൊരു പരസ്യമായൊരു നിലപാടെടുത്തത് തിരിച്ചടിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ സമ്മർദ്ദത്തിന് പുറത്ത് മാത്രമാണ്. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കോൺഗ്രസും UDF-ഉം തിരിച്ചറിയുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ അത് പറയാനുള്ളൊരു ആർജവം കാണിക്കണം, അല്ലേ? അല്ലാതെ ഇപ്പോൾ പരസ്യമായ ഒരു വേദിയിലെത്തുന്നു, പല സ്ഥാനാർത്ഥികളും UDF-ന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന ഉടുപ്പിട്ട് വരുന്നു. ഇത് നേരത്തെ ഞാൻ ശ്രീ എ സജീവനോട് ചോദിക്കുകയായിരുന്നു, ഇതൊരു കണ്ണിൽ പൊടിയിടൽ മാത്രമല്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെൽഫെയർ പാർട്ടിയുടെ സഹായം മലബാർ മേഖലയിൽ ആവശ്യമാണ്. ഇതേ വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം ആവശ്യം ഉണ്ടായിരുന്ന സമയത്ത് LDF-ഉം അത് തന്നെ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എന്റെ വീക്ഷണത്തിൽ UDF-ഉം LDF-ഉം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 2019 അതുപോലെ 2024 ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ അവരുടെ വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ മുഖം പിന്തുണച്ചിരുന്നത്, വോട്ട് ചെയ്തിരുന്നത് കോൺഗ്രസിനാണ്. അത് പരസ്യമായിട്ട് അവർ പിന്തുണ പ്രഖ്യാപിച്ചോ ഇല്ലയോ എന്നതല്ല പ്രശ്നം. അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളും ഉണ്ടായിരുന്നു. 2014 BJP അധികാരത്തിൽ വന്നു. 2019 ഇനിയും BJP അധികാരത്തിൽ വരുന്നത് തടയണമെങ്കിൽ കേരളത്തിൽ 20 സീറ്റിൽ CPM ജയിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. കേരളത്തിൽ കോൺഗ്രസ് ജയിച്ചാൽ അഖിലേന്ത്യാ തലത്തിൽ വലിയ പട്ടിയാകാൻ സാധ്യതയുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ട് CPM-ന് അല്ലെങ്കിൽ LDF-ന് വോട്ട് ചെയ്യുന്നതിന് പകരം 2019 ജമാഅത്തെ ഇസ്ലാമിക്കാരും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടിക്കാരും ഒക്കെ വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ് അല്ലെങ്കിൽ UDF-നാണ്. അവിടെ ലക്ഷ്യം BJP അധികാരത്തിൽ വരുന്നത്, കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത് എങ്ങനെയെങ്കിലും തടയുക എന്നായിരുന്നു. അത് കഴിഞ്ഞ് 2024 വീണ്ടും പാർലമെന്റ് ഇലക്ഷൻ നടന്നപ്പോൾ UDF-നൊപ്പം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയിൽ നിന്നത്. അപ്പോഴും അവിടെ ലക്ഷ്യം കോൺഗ്രസ് എന്ന പാർട്ടി, ആ ഒരു പാർട്ടിക്ക് മാത്രമേ ദേശീയ തലത്തിൽ സാന്നിധ്യമുള്ളൂ. ദേശീയ തലത്തിൽ BJP-യോട് മത്സരിക്കാൻ കഴിയുന്നു എന്ന് പൊതുവെ കരുതപ്പെടുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ BJP അധികാരത്തിൽ വരുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ അവര് 2024 പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്തതും UDF-നാണ്. ഇതിന്റെ ഒക്കെ ലക്ഷ്യം അതായിരുന്നു, BJP തകർക്കുക എന്നതായിരുന്നു. BJP തകർക്കുക എന്നാൽ അധികാരത്തിൽ വരുന്നത് പരമാവധി ഇല്ലാതാക്കാൻ നോക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവർക്ക്. പിന്നെ ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷന്റെ പഞ്ചായത്ത് ഇലക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ 2010 ഞാൻ ഉൾപ്പെടുന്ന മുക്കം പഞ്ചായത്താണ്, ഇപ്പം മുനിസിപ്പാലിറ്റിയാണ്. അന്ന് CPM ഭരിച്ചത് ജമാഅത്തെ ഇസ്ലാമിക്കാരിയായ ഒരു വനിതാ മെമ്പറുടെ സഹായത്തോടു കൂടിയാണ്. ആ ഒരു വനിതാ മെമ്പറുടെ സഹായമില്ലെങ്കിൽ അന്ന് LDF-ന് ഭൂരിപക്ഷമില്ല മുക്കം പഞ്ചായത്തിൽ. അങ്ങനെ ഒരേ ഒരു സീറ്റ് ഉണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചാണ് 2010 മുക്കം പഞ്ചായത്ത് ഉൾപ്പെടെ വേറെ ചില പഞ്ചായത്തുകളിലൊക്കെ LDF ഭരിച്ചത്. ഇതുകൊണ്ട് ആർക്കാണ് നേട്ടം ഉണ്ടായത്? 2010 ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചതുകൊണ്ട് CPM-ന് നേട്ടം ഉണ്ടായിട്ടില്ല. അവരുടെ അണികൾ വളർന്നിട്ടില്ല, അവരുടെ അടിത്തറ വളർന്നിട്ടില്ല. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയുടെ അടിത്തറ എന്റെ ചേന്നമംഗലൂരിലും മുക്കം പഞ്ചായത്തിലും കാരശ്ശേരി പഞ്ചായത്തിലും അതുപോലെ കൊടിയത്തൂർ പഞ്ചായത്തിലും മാത്രമല്ല മലപ്പുറത്തുള്ള പല സ്ഥലങ്ങളിലും അവരുടെ അടിത്തറ പകർന്നു. എങ്ങനെ? CPM ഇവരെ കൂട്ടുപിടിച്ച് ഭരിച്ചതുകൊണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ CPM-ഉം UDF-ഉം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോഴെന്താണ്? പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് CPM ജമാഅത്തെ ഇസ്ലാമിയെ നിശിതമായിട്ട് വിമർശിച്ചു പോരുന്നുണ്ട്. അവർ മതരാഷ്ട്രവാദികളാണ് എന്ന് പറയുന്നുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾ, വീക്ഷണങ്ങൾ അവര് മുമ്പുണ്ടായിരുന്ന വീക്ഷണത്തിൽ നിന്ന് അടിസ്ഥാനപരമായിട്ട് ഒരിക്കലും മാറിയിട്ടില്ല. അവരുടെ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് പുതിയൊരു ഏർപ്പാടല്ല. 2010 CPM അവരോട് ചേർന്ന് ഭരിച്ചപ്പോഴും അതിനുശേഷവും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ
ഒരു ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ആശയം തന്നെയായിരുന്നു. അത് ചിലപ്പോൾ അവർ രഹസ്യമാക്കി വെക്കും, ചിലപ്പോൾ പരസ്യമായിട്ട് പറയും എന്നേ ഉണ്ടായിരുന്നല്ലോ. അതല്ലാതെ വ്യത്യാസമൊന്നും അവിടെ ഒരു കാഴ്ചപ്പാടിലും ഉണ്ടായിട്ടില്ല. അപ്പൊ അന്ന് എന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച CPM ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാർ മതരാഷ്ട്രവാദികളാണ്, മതരാഷ്ട്രവാദികളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്ന് ഈ മതരാഷ്ട്രവാദത്തെ കുറിച്ച് ഒരിക്കലും CPM ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അവര് മതരാഷ്ട്രവാദികളാണെന്ന് പറഞ്ഞിരുന്നില്ല. ഇപ്പോ ഇവിടെ നമ്മുടെ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ പോലെ അന്നും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, അന്താരാഷ്ട്ര തലത്തിൽ പല അന്തർദേശീയ വിഷയങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണെന്നായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച്. പിൽക്കാലത്ത് എന്ത് സതീശൻ പറഞ്ഞു അതായിരുന്നു 2010 കാലത്ത് പിണറായി വിജയനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അത് വെച്ചിട്ട് അന്ന് ഇറാഖിലെ പ്രശ്നമുണ്ട്, അഫ്ഗാനിസ്ഥാൻ പ്രശ്നമുണ്ട്, അമേരിക്കൻ സാമ്രാജ്യത്വമുണ്ട്. അവരോടൊക്കെ ഈ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തി അല്ലെങ്കിൽ യൂറോപ്യൻ അല്ലെങ്കിൽ പടിഞ്ഞാറൻ സാമ്രാജ്യത്വ ശക്തികളോട് വിയോജിപ്പുള്ള ഒരു സംഘടന എന്ന നിലയിൽ അവര് ഞങ്ങളെ സഹായിക്കാൻ വന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ സഹായം ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു. വോട്ട് ചെയ്യേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നിപ്പോ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് തന്നെയാണല്ലോ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ UDF ചെയ്യുന്നത് അല്ലേ? UDF ചെയ്യുന്നത് ഇവര് മതരാഷ്ട്രവാദികളാണ് എന്ന അഭിപ്രായം CPM-ന് അക്കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ മതരാഷ്ട്രവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ കൂടെ വന്ന് 1-2 പഞ്ചായത്തിൽ ഭരണം നേടി ആ പഞ്ചായത്തിൽ നിങ്ങളുടെ അടിത്തറ വികസിപ്പിക്കാൻ ഞങ്ങൾ സഹായിക്കില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഒരിക്കലും CPM കാണിച്ചിട്ടില്ല. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ നിലപാട് തുടരുമെന്ന്? ഇനിയിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോ ഈ വെൽഫെയർ പാർട്ടിയെ സഹായം കിട്ടുകയാണെങ്കിൽ രഹസ്യമായിട്ട് അത് സ്വീകരിക്കാൻ തന്നെയാണ് CPM പോവുക. അപ്പൊ കോൺഗ്രസിലേക്ക് ഇപ്പൊ അവര് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പോകുന്നു എന്നേ ഉള്ളൂ. കോൺഗ്രസിലേക്ക് പോകുകയല്ല, കോൺഗ്രസിനെ സഹായിക്കുന്നു എന്നേ ഉള്ളൂ. അത് ചിലയിടങ്ങളിൽ അതിന് മുസ്ലിം ലീഗിലെ ഒരു ചെറിയ വിഭാഗം എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ എതിർപ്പിനെ മറികടന്നുകൊണ്ട് തന്നെ ഒളിഞ്ഞോ തെളിഞ്ഞോ ഒക്കെ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഉൾപ്പെടെ വെൽഫെയർ പാർട്ടി സഹായിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഭരണം അവർ ജയിച്ചാൽ, UDF ജയിച്ചാൽ ആ ഒരു ഭരണത്തിന്റെ ഭാഗമായി തീർച്ചയായിട്ടും പോകുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ വെറും നമ്മുടെ ഒരു തെറ്റായ ധാരണകൾ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചിലർ നടത്തുന്ന ചില പ്രസ്താവനകൾ മാത്രമായിട്ട് എനിക്ക് വിലയിരുത്താൻ കഴിയുന്നുള്ളൂ. ശരി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ 2 വിഷയത്തിൽ അവർ ഞങ്ങളുടെ അനുകൂല നിലപാട് സ്വീകരിച്ചതുകൊണ്ട് മാത്രം അന്ന് അവർ ഞങ്ങളെ പിന്തുണച്ചു, അത് തന്നെയാണ് ഇപ്പോഴും UDF-നെയും ചെയ്യുന്നത്. UDF പരസ്യമായി പിന്തുണ വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവർക്ക് വെൽഫെയർ പാർട്ടി പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ വേണ്ടെന്ന് പറയുന്നില്ല, അത്രയേ ഉള്ളൂ. 30 വർഷത്തോളം CPM ആ പിന്തുണ സ്വീകരിച്ച ശേഷമാണ് തള്ളിപ്പറയുന്നത് എന്നാണ് VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ രൂപീകൃതമായതിനു ശേഷം 3 തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ LDF-ന് CPM-ന് തന്നെയാണ് പിന്തുണ കൊടുത്തതെന്ന് വെൽഫെയർ പാർട്ടിയും വളരെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്നൊരു ദിവസം അവർ മോശക്കാരായി, ഗോവിന്ദ മാഷ് തള്ളി പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ചരിത്രമില്ലാതാവുമോ? അല്ല, ചരിത്രത്തെ അതിന്റെ വസ്തുനിഷ്ഠതയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് അവതാരികയും ചെയ്യേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആദരണീയനായ ഹമീദ് മാഷൻ ചെയ്യേണ്ടത് ചരിത്രത്തെ അതിന്റെ വസ്തുനിഷ്ഠതയിൽ മനസ്സിലാക്കണം. കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, CPM-ന് പിന്തുണ നൽകിയിട്ടുണ്ട്. ഇടതുപക്ഷ മുന്നണി അവരുടെ പിന്തുണയോടുകൂടി പല സ്ഥലത്തും ജയിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ മുക്കം മുനിസിപ്പാലിറ്റി. പക്ഷെ പാർട്ടി എടുത്തൊരു തീരുമാനമുണ്ട് ഇക്കാര്യത്തിൽ. ഞങ്ങളിത് വിശദമായി ചർച്ച, ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള ഒരു മതരാഷ്ട്രവാദ സിദ്ധാന്തത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ അസ്ഥിരീകരിക്കുന്ന പ്രത്യയശാസ്ത്രപരമായ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന വളരെ അപകടകാരിയായിട്ടുള്ള ഒരു പ്രസ്ഥാനവുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധം ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, അത് സമൂഹത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ മാഷയ്ക്ക് തന്നെ അറിയാവുന്നല്ലോ, മുക്കം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളെടുത്ത നിലപാട് അവരുടെ പിന്തുണയുള്ള എല്ലാ തരത്തും ഭരണം ഉപേക്ഷിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ പിന്തുണയോടുകൂടി ഭരിക്കേണ്ട എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ പിന്തുണയോടുകൂടിയാണ് മുക്കത്ത് മുനിസിപ്പാലിറ്റി ഭരണം നിലനിന്നതൊക്കെ ഉള്ളത്. എന്ത് വസ്തുത അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഒറ്റ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ ജനാധിപത്യത്തിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊക്കെ എതിരായിട്ടുള്ള പ്രസ്ഥാനമാണ്. ഇപ്പൊ സമീപനാളില് ഇപ്പോ ഒരു സമീകരണ സിദ്ധാന്തം എന്ന നിലക്കാണ് ഹമീദ് മാഷ് ഈ LDF-ഉം UDF-ഉം ഒക്കെ ഒരേപോലെ ഇവരെ സഹായം തേടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ മാഷൊന്ന് നോക്ക്, ഈ കാലത്ത് വന്നൊരു മാറ്റം നോക്ക്. ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ സംസ്ഥാന അസംബ്ലിയിലേക്ക്. 370 വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം 370